നമസ്കാരം എല്ലാവർക്കും ചെന്താർമയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കുറേ കാലമായി നമ്മൾ ചാനലിൽ വ്ളോഗായിട്ട് ഇട്ടിട്ട് പിന്നെ എന്തായാലും എനിക്ക് വ്ളോഗ് ചെയ്യണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ റെഡി ആയിട്ട് ഏട്ടനും ഞാനും എന്താ ഇൻട്രോയിൽ ഇല്ലാത്തതെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇന്ന് എൻ്റെ ബാച്ചിൻ്റെ ഫെയർവെൽ ആണ്. ഞങ്ങളുടെ ഒരു 5.5 year ജേർണി തുടങ്ങിയിട്ട് ഇപ്പം അതൊരു ഫൈനൽ ലാപ്പിൽ എത്തി നിൽക്കുകയാണ്. ഒഫീഷ്യലി ഇന്ന് ഞങ്ങളുടെ ആ ഒരു പീരിയഡ് തീരും. ഇനിയിപ്പോൾ എക്സ്റ്റൻഷൻ ഉള്ളവരും ലീവ് എടുത്തിട്ട് അത് എന്താ പറയുക കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി പലരും ഞങ്ങളോട് ബൈ ബൈ പറഞ്ഞ് പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊരു വ്ളോഗ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതിനുപരി ഒരു മെമ്മറി സൂക്ഷിക്കുക എന്നുള്ളതും കൂടിയാണ്. ഇതിൽ എത്രത്തോളം ക്ലിപ്സ് വീഡിയോ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറ്റണ പോലെയൊക്കെ ഞാൻ ഗ്യാദർ ചെയ്ത് ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇത് ഒരുപാട് കാലം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ ഇപ്പം തന്നെ നമ്മൾ എങ്ങനെയാ വെച്ചാൽ പോകുന്ന ഈ ഒരു സമയമായപ്പോൾ പഴയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മെമ്മറീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. ഫസ്റ്റ് ഇയർ വന്നതും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞു ഇപ്പം നമ്മൾ ഹൗസ് സർജൻസി പീരിയഡും കഴിയാൻ പോവുകയാണ്. അപ്പൊ ഇത് ഇനി നമ്മൾ ഒരുപാട് കാലം കഴിഞ്ഞ് ഈ ഒരു വീഡിയോ എടുത്ത് കാണുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ ഇപ്പൊ പറയുന്നതിനേക്കാൾ കൂടുതൽ നൊസ്റ്റാൾജിയൊക്കെ തരും. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ളോഗ് ഞാൻ എടുക്കാം, അപ്ലോഡ് ചെയ്യാന്നൊക്കെ വിചാരിച്ചത്. ഇനി അധികം പറഞ്ഞു നീട്ടുന്നില്ല, കാരണം ഏട്ടൻ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരണം. സോ ലെറ്റ്സ് ടുഗെദർ എൻജോയ് ദിസ് ഫെയർവെൽ ത്രൂ ദിസ് വീഡിയോ. അപ്പം നമ്മളിതാ ഞങ്ങളുടെ ഫെയർവെൽ നടക്കണ ആ ഒരു ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. നെറ്റ് ആവുകൊണ്ട് കാണുന്നില്ല. അപ്പം ഇതാ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ ഫെയർവെൽ നടക്കാൻ പോകുന്നത്. ഓപ്പൺ സ്പേസ് ആവുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ശ്രീ എക്സ്പ്ലെയിൻ ദ ഫെയർവെൽ ഓഫ് ഇന്ത്യ. എല്ലാ മെമ്മറീസും കൂടുതലുണ്ട്. ഓണം, വളകാപ്പ്, ഡിന്നറിനെല്ലാം പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ഇയറത്തെ ഫോട്ടോ നോക്ക്. ആക്ച്വലി ഇത് പോൾറോയിഡ് ആണ്. ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ മുതലുള്ള എല്ലാ മെമ്മറീസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു മെമ്മറി ബോർഡ് എന്ന് വേണമെങ്കിൽ പറയാല്ലേ ശ്രീ. നമ്മളെ ഗ്രാജുവേഷൻ എന്തോ ഫംഗ്ഷൻ, ഇത് അലുമിനിയം മീറ്റിന് എടുത്തത്. വളരെ നാച്ചുറൽ ആയിട്ടുണ്ട്. എന്ത് അതെ സുമി ലാസ്റ്റ് ഫെയർവെൽ ഡേയിൽ വന്ന് നിൽക്കുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ന് കരയുമോ ഇല്ലയോ എന്നാണ് ഞങ്ങൾക്ക് അറിയാത്തത്. എനിക്ക് ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അമാലെ പറ ഫെയർവെൽ ദിവസത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ ഒരു സംഭവം ഉണ്ടാക്കിയത് അമാലാണ്. അമാൽ ഡിജിറ്റൽ ഡിസൈൻ. ഇവളെ നിങ്ങക്ക് അറിയോ ഗൈസ്? പറയൂ ഗൈസ്, അറിയുന്നവർ കമന്റ് ചെയ്യുക. സീലിംഗ് ബ്യൂട്ടി അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത്. അമ്മച്ചി എടി ഫെയർവെൽ ദിവസമായിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. എല്ലാരെയും പിരിഞ്ഞു പോവല്ലോ എന്നുള്ളൊരു നല്ല നല്ല സന്തോഷങ്ങളോ. ഇവനൊക്കെ എവിടുന്ന് വരുന്ന? അമ്മച്ചി കരയോ? ഇല്ല, ഞാൻ കരയില്ല. ഞാൻ കരയൂട്ടോ. ഞാൻ കരയില്ല. ഞങ്ങളെല്ലാം കരയെന്ന് ഉറപ്പിച്ചു തന്ന ടീംസാണ്. കരയും എന്ന് പറയുന്നവരും കരഞ്ഞില്ലെങ്കിൽ ഇവർക്ക് എന്ത് പണിഷ്മെന്റ്? ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ, അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. ഞാൻ കരയില്ല. അമ്മച്ചി കരയുമോ? അറിയാൻ കാണുക. എനിക്ക് തല മസാജ് ചെയ്തല്ലേ. ഓ അയ്യേ, അതാണ് മസാജ്.
ഡാർക്ക് ഇത് രണ്ടും മാത്രമേ സെയിം. ഫെയർവെൽ സമയത്ത് രണ്ട് വാക്ക് പറയണം. നീ പറ, നിനക്ക് എന്താ തോന്നുന്നത്? സന്തോഷകരമായ ഒരു മൂമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഫെയർവെൽ നിനക്ക് സങ്കടമില്ല, കരയില്ല? ഇവിടുന്ന് കഴിഞ്ഞിറങ്ങിയാൽ സത്യം സത്യം പോലെ പറയുന്ന വൈഷ്ണവ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഫെയർവെൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വി ആർ ഡോക്ടർ ഒഫീഷ്യലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേക്ക് ടോപ്പർ നമ്മളുടെ കേക്കിലുണ്ടായിരുന്നു. കേക്കിനേക്കാൾ കൂടുതൽ ആ ഒരു കേക്ക് ടോപ്പറാണ് നമ്മളെല്ലാവരെയും സ്ട്രൈക്ക് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ എന്നുള്ള ആ ഒരു പേരിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ഈ ഒരു 5.5 വർഷത്തെ ജേണിയിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസും മിക്സ്ഡ് ഇമോഷൻസും ഒക്കെ കടന്നിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മളങ്ങനെ ഒരു ഡോക്ടർ ആവാൻ പോവുകയാണ് എന്നുള്ളൊരു സന്തോഷം എല്ലാവരുടെ മുഖത്തും കാണാൻ പറ്റും. അത് നമ്മുടെ പാരൻസിൻ്റെയും നമ്മളുടെയും ഒക്കെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണ്. വൺ ലാസ്റ്റ് എൻജോയ്മെൻറ്റ് എന്ന് പറയുന്ന പോലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഉള്ള, അല്ലെങ്കിൽ ബാച്ച് എല്ലാവരും കൂടി ഉള്ള ഒരു ലാസ്റ്റ് വൺ സെലിബ്രേഷൻ ആയിരിക്കും ഇത്. അപ്പോൾ ഗെയിംസ് ഉണ്ട്, അതേപോലെ തന്നെ എല്ലാവരും പാട്ടും ഡാൻസും എല്ലാമായിട്ട് ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. പിന്നെ ഇത് ഞങ്ങളുടെ പഴയ മെമ്മറീസ് എല്ലാതും കൂടി കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയൊരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോ വന്നപ്പോൾ നമ്മൾ ശരിക്കും ഒരുപാട് പഴയ ഓർമ്മകൾ ഒരുപാട് വന്നു. ചിലപ്പോഴൊക്കെ എന്തോ ഒരു വിഷമവും തോന്നിയിട്ടോ, ഇനി ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷവും ഇതൊക്കെ മിസ് ചെയ്യുന്നുള്ളൊരു സങ്കടവുമുണ്ട്. ഞങ്ങൾ പണ്ട് കോളേജിൽ വന്ന സമയം മുതൽ കളിച്ചിട്ടുള്ള റീലുകളാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. സെയിം ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫെയർവെല്ലിന് ഡാൻസ് കളിച്ചത്. അത് ഭയങ്കര ഒരു മൊമെൻ്റ് തന്നെയായിരുന്നു. ഫസ്റ്റ് ഇയർ മുതലുള്ള ഒരുപാട് ഓർമ്മകൾ തന്ന വീഡിയോസാണ് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിതാ ബാച്ച് വൈസായിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഫസ്റ്റ് ഇയർ മുതൽ വന്നതിൻ്റെ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ എന്താ പറയുക, ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഇതാ ഈ ഒരു ഞങ്ങളുടെ ബാച്ച് ഗെറ്റ് ടുഗദർ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഞങ്ങളിതാ ഫുഡിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ? പരിപാടി ഗംഭീരം. ഒരു 5.5 വർഷം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു 60 സെക്കൻഡ് വീഡിയോ ഇട്ടാലും ഒരുപാട് മെമ്മറീസ് ഉണ്ട്. വല്ലാത്തൊരു മിക്സ്ഡ് വെളിയിൽ പറഞ്ഞത് ശരിയാകത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ഫെയർവെൽ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെന്താ, നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയൊരു ബാച്ച് ഫോട്ടോ എടുക്കണം. എല്ലാവരുമായിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഫെയർവെൽ ഫങ്ഷൻ വൈൻഡ് അപ്പ് ചെയ്യും. ഞാൻ നമ്മുടെ ഈ ഒരു വ്ളോഗും വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലത്തെ ഫെയർവെൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. സോ ഡു എൻജോയ് വിത്ത് യുവർ ഫ്രണ്ട്സ്. Until next video, take care. Bye bye.